ഫിഫ ലോകകപ്പ് ഫൈനലിന് കായിക ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. സ്പെയിൻ അർജന്റീന മത്സരം ത്രസിപ്പിക്കുമെന്നുറപ്പാണ്. ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ചയാണ് രണ്ട് വമ്പന്മാരുടെ തീപ്പൊരി പോരാട്ടം നടക്കുക. വാരാന്ത്യത്തോടെ ലോകത്തിലെ പുതിയ ഫുട്ബോൾ രാജാക്കന്മാർ ആരാണെന്നറിയാം. വലിയ വിവാദങ്ങളിലൂടെയാണ് അർജന്റീന ഫൈനലിലെത്തിയത്. ഫിഫയും റഫറിയും അർജന്റീനയെ വഴിവിട്ട് സഹായിച്ചെന്ന് ആരോപിച്ച് ഈജിപ്ത് രംഗത്തെത്തിയതും മെസ്സിയുടെ ഫൗളിന് കാർഡ് നൽകാത്തതുമെല്ലാം കോലാഹലമുണ്ടാക്കി. എന്നാൽ സ്പെയിൻ ശാന്തമായാണ് ഫൈനലിലേക്ക് എത്തുന്നത്. കേപ്പ് വെർദെക്കെതിരെ സമനില പിടിച്ചപ്പോൾ ടീമിന്റെ കുതിപ്പ് ആശങ്കയായിരുന്നു. പക്ഷേ കൃത്യമായ പുരോഗതിയോടെ ലോകകപ്പിൽ ഫൈനൽ വരെ എത്തിയത് സ്പെയിനാണ്. മെസ്സി, ലെമിൻ യമാൽ നേർക്കുനേർ വരുന്ന കലാശപ്പോരിന് ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. സ്പെയിനും അർജന്റീനയും തമ്മിലുള്ള മത്സരങ്ങളെ ഇഴകീറി പരിശോധിക്കുകയാണ്. ലോകകപ്പിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ആകെ ഒറ്റത്തവണയാണ് ഏറ്റുമുട്ടിയത്. അന്നത്തെ വിജയം അർജന്റീനയ്ക്കൊപ്പമായിരുന്നു. എന്നാൽ ഏറ്റവും അവസാനമായി മുഖാമുഖം വന്നപ്പോൾ അർജന്റീനയെ 6-1 തകർത്തുവിട്ടതിന്റെ ചരിത്രമാണ് സ്പെയിൻ ആരാധകരെ ആവേശം കൊള്ളിക്കുന്നത്. അതേസമയം നേർക്കുനേർ പോരാട്ടങ്ങളൊന്നാകെ എടുത്തുള്ള കണക്കുകൾ തുല്യതയുടേതാണ്. 2026 ലോകകപ്പ് ഫൈനലിൽ കിരീടത്തിനായി പോരാടുമ്പോൾ വർഷങ്ങളായി തുടരുന്ന ഈ തുല്യതയ്ക്ക് ലോകത്തെ ഏറ്റവും വലിയ വേദിയായ ഫൈനലിൽ ഒരു ഒത്തുതീർപ്പുണ്ടാകും. ലോകകപ്പിന്റെ ഫൈനലിൽ മാത്രമല്ല, ഒരു നോക്കൌട്ട് മത്സരത്തിൽ പോലും ഇവർ തമ്മിൽ മുമ്പ് ഏറ്റുമുട്ടിയിട്ടില്ല. ഇത്തവണത്തെ ലോകകപ്പ് കാണാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എത്തുന്നുണ്ട്. വിജയികൾക്കുള്ള ലോകകപ്പ് ട്രോഫി ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോക്കൊപ്പം ട്രംപും ചേർന്നാണ് സമ്മാനിക്കുക. കാത്തിരുന്ന് കാണാം ആര് കപ്പടിക്കുമെന്ന്. തുല്യശക്തികളുടെ പോരാട്ട ആവേശത്തിലാണ് ആരാധകരും. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.